ഒരു വിഷമം, ഒരു പരീക്ഷണം വരുമ്പോൾ അവിടെയാണ് ക്ഷമ വരേണ്ടത്. പരീക്ഷണം വന്ന് കുറേ ദിവസം കഴിയുമ്പോൾ ക്ഷമ ആർക്കും വരും. അതല്ല ക്ഷമ. നിങ്ങൾക്കൊരു ബാഡ് ന്യൂസ് നാളെ രാവിലെ ചെല്ലുമ്പം പണി പോയിക്കണമെന്നുള്ള ലെറ്ററാണ് കാണുന്നത്. അള്ളാഹു കണക്കാക്കിയ റിസ്ക് ഇവിടെ തീർന്നു എന്നതിന് അർത്ഥമുള്ളൂ. എനിക്കിനി റിസ്ക് ഉണ്ടാവില്ല എന്നൊന്നും അർത്ഥമല്ല. ഇവിടുത്തെ റിസ്ക് തീർന്നു, ഒരു കുഴപ്പമില്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടൊന്നും അല്ലല്ലോ. ഇനി ആണെങ്കിൽ ആ മിസ്റ്റേക്ക് ഞാൻ ആവർത്തിക്കൂല. എൻ്റെ പണി പോയിട്ടെന്നല്ലേ ഉള്ളൂ. അത് വെച്ച് ഞാൻ പട്ടിണിയായി മരിക്കുന്ന അതിനർത്ഥമില്ലല്ലോ. എന്തേ? ഒരു ഷോക്ക് ന്യൂസ് ഒരു ഷോക്കിംഗ് ന്യൂസ് വരുമ്പോഴേ ആ സമയത്ത് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക. ക്ഷമ എന്ന് പറയുന്നത് ഒരു പ്രശ്നം സംഭവിക്കുന്ന ആദ്യത്തിലാണ്. അവിടെ ക്ഷമിക്കാൻ പറ്റണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ണിന്ന് കണ്ണീരൊക്കെ വരും, ഉറങ്ങാൻ കഴിയില്ല, ഒരുപക്ഷെ 4-5 ദിവസത്തേക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന് വരും, സങ്കടപ്പെട്ടെന്ന് വരും. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും എന്തേ പടച്ചോനെ എൻ്റെ കുട്ടിനെ കൊണ്ടേത്, ആകെ ഒരു കുഞ്ഞുണ്ടാവാൻ എത്രയോ പ്രാർത്ഥിച്ച്, എത്രയോ മഹാന്മാരുടെ സ്ഥാപനങ്ങളിലേക്ക്, മഖാമുകളിലേക്ക്, ദീൻ സ്ഥാപനങ്ങൾക്കൊക്കെ നേർച്ചയും സ്വതക്കയും ദാനങ്ങളും ചെയ്ത് ദുആ ചെയ്യിപ്പിച്ച് കിട്ടിയ എൻ്റെ ഒരു കുട്ടിനെ തന്നെ കൊണ്ടുപോയോ പടച്ചോനെ. ഇപ്പുറത്ത് 7 പെറ്റ പെണ്ണില്ലേ, അവൾക്ക് എത്ര കുട്ടികളാണ്? ആൺകുട്ടികൾ 6 ഇല്ലേ, 1 ഇപ്പം അതിൽപ്പെട്ടൊരു ആൺകുട്ടിനെ കൊണ്ടുപോയി പോരായിരുന്നു, എന്തിനാ എൻ്റെത് കൊണ്ടുപോയി? ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അള്ളാഹുവിൻ്റെ ടാർഗറ്റ് നിങ്ങളുടെ ആ മോനാണ്. അവിടെ തീർന്നു, നിങ്ങളുടെ മകനാണ്. ആ ഒരു മുസീബത്ത് വരുമ്പോൾ ഇന്നാ ലില്ലാഹ്, ഞാനും ഇനി ജനിച്ച കുട്ടിയും ഈ വലുതാൻ പോണ കുട്ടിയും അവനുണ്ടാകുന്ന കുട്ടിയും ഉണ്ടാകുമായിരുന്നെങ്കിൽ ലില്ലാഹ്, ഞങ്ങളൊക്കെ അള്ളാഹ്ക്കുള്ളവരാണ്, അള്ളാഹിൻ്റെ മുതലാണ്, ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് ഒരു മുഅ്മിൻ അള്ളാഹ് ക്ഷമിക്കുന്നവരോടുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് പറഞ്ഞാൽ പ്രയാസം വരുന്ന ആദ്യത്തെ ഷോക്കിൽ തന്നെ ഇന്നാ ലില്ലാഹി പറഞ്ഞ് ക്ഷമിക്കുന്നവർക്കാണ്. അല്ലാത്തവർ ക്ഷമിക്കും, കാരണം വേറെ രക്ഷയില്ലല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞാൽ വേദന മാഞ്ഞു പോകും, ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ കഴിയും നമുക്ക് ദിവസങ്ങൾ കഴിയുമ്പോൾ. പക്ഷേ ആ തുടക്കത്തിൽ ക്ഷമിക്കാൻ കഴിയും.